സങ്കടപ്പെട്ട ഒരു സുഹൃത്ത് അവർ പറഞ്ഞു, മഹാനായ സയ്യിദ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ ജീവിച്ചിരിക്കുന്ന സമയം അല്ലാഹു മഹാനവരുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അന്ന് ഇവരുടെ ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ, ആരുമില്ല, നമ്മുടെ അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ്, അവരുടെ ഉമ്മ വളരെ വിഷമിച്ച് ക്യാൻസർ രോഗമാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. 3 മാസമുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമ്മാക്കൊരാഗ്രഹം, ഉമ്മ പറഞ്ഞു പാണക്കാട് സയ്യിദന്മാരോടൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറയാ. രണ്ടത്താണി സാഹിബ് ഉമ്മയും കുട്ടി പാണക്കാട്ടേക്ക് വരും. സംഭവം ഇന്നലെ രാത്രിയാണ് എന്റെ ചെവിയിൽ ഞാൻ കേട്ടത്. ഇന്നലെ രാത്രി പാണക്കാടെത്തി മഹാനായ തങ്ങൾ അവരോടുണ്ട് വളരെ സ്നേഹത്തോടു കൂടെ ചോദിച്ച്, എന്റെ ഉമ്മയും കുട്ടി വന്നത്? പറഞ്ഞു, ഇങ്ങനെയാണ് ഉമ്മയെ പറ്റി ഡോക്ടർമാർ പറഞ്ഞത്. 3 മാസമുള്ളൂ എന്നാ പറഞ്ഞത്. 3 മാസമുള്ളൂ. തങ്ങൾ പറഞ്ഞു, 3 മാസം തീരുമാനിക്കുന്നത് അവരാണോ? ഉമ്മ ചിലപ്പോൾ 3 വർഷങ്ങൾ ജീവിച്ചേക്കുന്നു. കണ്ടെത്താണി സഹോദരരെ, നമ്മൾ പറയും പാണക്കാട് തങ്ങന്മാർക്ക് റാമത്തുണ്ടോ അല്ലേ? കണ്ടെത്താണി സാഹിബ് പറയാം, എന്റെ അനുഭവമാണ്. ആ ഉമ്മ ആ ദിവസം മുതൽ 3 വർഷം കൃത്യമായി ജീവിച്ചിട്ടാണ് മരിച്ചത്. 3 വർഷം ആ ഉമ്മ ജീവിച്ചു. ഉമ്മ മരിച്ചപ്പോ തങ്ങൾ അവர்கள் മദ്രാസിലാണ്. പക്ഷെ ഉമ്മാക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്രേ. അവരുടെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഉമ്മാക്ക് വസിയത്തുണ്ട്, പാണക്കാട് സയ്യിദന്മാർ ആരെങ്കിലും നിസ്കാരത്തിന് വേണ്ടി ഇമാമ് നിൽക്കണമെന്ന്. മഹാനായ ഒരു പണ്ഡിതൻ ജനാസ തങ്ങൾ മദ്രാസിലല്ലേ, എത്തൂലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ മറ്റു സയ്യിദന്മാർ ഉമർ അലി ശിഹാബ് തങ്ങളൊക്കെ അവരൊക്കെ രാവിലെ വന്നുപോയി. മറ്റു സയ്യിദന്മാരൊക്കെ രാവിലെ വന്ന് കടന്നുപോയി. മഹാനായ വലിയ തങ്ങൾ വരുന്നില്ല, തങ്ങൾക്ക് എത്താൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചു. നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ കെട്ടാൻ നിൽക്കുമ്പോൾ ഒരു കാറ് വരുന്നു. എനിക്ക് ഒരാൾ കൂടെ വരുന്നുണ്ട്, അവരും കൂടെ വന്നിട്ട് നിസ്കരിക്കാം എന്ന് പറഞ്ഞു. ആ ഉമ്മയുടെ ആഗ്രഹമായിരുന്നു. നോക്കുമ്പോൾ തങ്ങൾ നേരെ ഫ്ലൈറ്റിന് വന്നു. കോഴിക്കോട് നിന്ന് നേരെ ഉമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വന്നു. മഹാനായ തങ്ങൾ അവറുകൾ ആ മയ്യത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു മഹാനവരുടെ ഖബറും സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നിങ്ങൾ രാഷ്ട്രീയ നേതാവെന്നൊക്കെ പറഞ്ഞ് ചവിട്ടി തേക്കുന്ന മനുഷ്യന്മാർ ഒന്നറിഞ്ഞേക്ക്, സയ്യിദന്മാരോടാണ് ഈ കളിക്കുന്നത്. അത്രമാത്രം. അതൊന്നും രാഷ്ട്രീയങ്ങൾക്ക് എന്തോ ആവാം, ഓരോരുത്തർക്കും അവനവന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രതിബദ്ധതകളും ഒക്കെ ആകാം. പക്ഷെ സയ്യിദന്മാർ എന്ത് ചെയ്യണ്ട, ചവിട്ടിത്താഴ്ത്തണ്ട. അവർ സയ്യിദന്മാർ, നബിയുടെ ചോരയുള്ളവരാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ അത്ഭുതമാണ്, വലിയ മഹത്വമാണ്, അല്ലാഹു നൽകുന്ന മഹത്വമാണ്. അവരുടെ തന്നെ കുടുംബത്തിൽ ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിക്കാതെ 4 ദിവസം പിടിവാശി, അവൻ ഉദ്ദേശിച്ചൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ഒരു പിടിവാശിയിൽ 4 ദിവസം ഭക്ഷണം കഴിക്കാതെ നിന്നിട്ട് പാണക്കാട് സയ്യിദൻ മഹാനായ തങ്ങൾ അവർ ജീവിച്ചിരിക്കുമ്പോ തങ്ങളുടെ അരികത്തേക്ക് കൊണ്ടുപോവാണ്. തങ്ങളുടെ അരികത്തേക്ക് അപ്പൊ തങ്ങളവിടെ ചെന്നിട്ട് തങ്ങൾ മൈൻഡ് തന്നെ ചെയ്തില്ലാന്ന് പറയാം. തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒന്നുമല്ല, തങ്ങൾ ചോദിച്ചതില്ല എന്തിനാ വന്നത്. പ്രശ്നം ഇവനൊരു പെണ്ണിനോട് ഇഷ്ടമായിട്ടുണ്ട്, മറുനാട്ടുകാരിയാണ്, മലയാളിയല്ല, നമ്മളെ ഇന്ത്യക്കാരിയല്ല. അവളെ കല്യാണം കഴിക്കാൻ പറ്റൂല എന്ന് പുരക്കാര്, അവൻ അതന്നെ വേണമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ നിരാഹാര സമരത്തിന്. ഇവരെ ഭക്ഷണം കഴിപ്പിക്കണം, ഇതാണ് ആകെ ആഗ്രഹം. അങ്ങനെ അരുവിയാക്കൊക്കെയുള്ള സമയല്ലേ, വീട്ടുകാരിൽ ഓരോരുത്തരും ഇങ്ങനെ പാണക്കാട് വീട്ടിൽ നിന്ന് കയറിറങ്ങിപ്പോയി. അവസാനം തങ്ങൾ പറഞ്ഞു 12:30 മണിയായി, അലിവാക്കാൻ ചോറെടുക്കുകയും 12 മീൻ ബിരിയാണി എന്തോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഒന്നും തങ്ങൾ ചോദിച്ചിട്ടില്ല, എന്തിനാ ഞങ്ങൾ വന്നതൊന്നും ചോദിച്ചില്ല. ഈ ചെറുപ്പക്കാരന് കൂടണ്ട, അവന്റെ പ്രശ്നം അവനെ ഭക്ഷണം കഴിപ്പിക്കല. ഉമ്മി മാപ്പി പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഭക്ഷണം തള്ളി കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു. ഈ വന്ന ടീം ഇവരെ ബാക്കിയുള്ളൂ, എല്ലാവരും ഇരിക്കുന്നു പറഞ്ഞു. ഒന്നും പറയാതെ ഈ ചെറുപ്പക്കാരന്റെ പ്ലേറ്റിലേക്ക് തങ്ങൾ അങ്ങനെ ചോറിട്ട് കൊടുത്തു. ഒരുപാട് ചോറ്. ആദ്യം തങ്ങൾ ചോറിട്ട് കൊടുത്തത് ഈ ചെറുപ്പക്കാരന്. അവൻ തങ്ങൾ പാവപ്പെട്ട ചോറല്ല, നീ എങ്ങനെ തിന്നാണ്ടിരിക്കുക. 4 ദിവസം നിരാഹാര സമരം ചെയ്യുന്ന ഇവൻ തിന്നു തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് തങ്ങൾ ചോദിച്ചതല്ലേ എന്തിനെ വന്നത്. തങ്ങളെ വന്ന കാര്യം ശരിയായി, ഇവൻ ഭക്ഷണം കഴിക്കാത്തതായിരുന്നു വിഷയം. തങ്ങൾ പറഞ്ഞു, മലയാളിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമാക്കിയിട്ടൊന്നുമില്ലല്ലോ. നിക്കാഹ് ഹലാലായ നിക്കാഹിലൂടെ ഒരു മുസ്ലിമത്തായ പെണ്ണിനെ മണി കല്യാണം കഴിച്ചോട്ടെ. പിന്നെ വാപ്പാനെ ഓവർടേക്ക് ചെയ്തു എന്ന് പറഞ്ഞൊരു വിഷയം അവിടെ ഉണ്ട്. അത് ഉമ്മയും വാപ്പനും പൊരുത്തപ്പെട്ടു കൊടുക്കും എന്ന് പറഞ്ഞു. ആ കുടുംബം അന്തസ്സിലായി, മക്കളൊക്കെ ഉണ്ട്, അന്തസ്സിൽ ജീവിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതായിരുന്നു മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. അപ്പോ അല്ലാഹു നമുക്ക് ആയുസ്സിൽ ബറക്കത്തും ആഫിയത്തും സലാമത്തൊക്കെ തരട്ടെ. ജീവിതത്തിന്റെ യാമങ്ങൾ കഴിഞ്ഞു തുടങ്ങി, മരിക്കാറായി എന്നൊക്കെ പറയുമ്പോ